കോട്ടയം പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എമ്മിനെ വെട്ടിലാക്കി ചെയർമാൻ ഷാജു വി തുരുത്തേൽ. പാർട്ടി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും പദവിയിൽ നിന്ന് ഒഴിയാൻ ഷാജി വി തുരുത്തേൽ തയ്യാറായില്ല. അതേസമയം ഷാജു വി തുരുത്തേലിനെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്ന് നടക്കും. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. ഷാജി എൻ തുരുത്തലിനെ 2 വർഷമാണ് ഇത്തരത്തിൽ ചെയർമാൻ പദവിയിലേക്ക് മുന്നണി നിശ്ചയിച്ചിരുന്നത്. അവസാന 8 മാസം കൗൺസിലറായിട്ടുള്ള തോമസ് പീറ്ററിനും അധ്യക്ഷ സ്ഥാനം നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഈ പാർട്ടി പരമാവധി തവണ ആവശ്യപ്പെട്ടിട്ടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പാർട്ടി പദവി ഒഴിയാൻ, ഈ ചെയർമാൻ പദവി ഒഴിയാൻ ഷാജി വി തുരുത്തൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഓരോ തവണയും വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചും ഇത്തരത്തിലുള്ള നാടകങ്ങളുമായി, അതായത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രവുമായി ഈ പദവിയിൽ നിന്ന് ഒഴിയാതെ പിടിച്ചു തൂങ്ങുകയായിരുന്നു ഷാജി വി തുരുത്തന് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മുന്നണി ആവശ്യപ്പെട്ടതും ഒഴിയാൻ തയ്യാറായിരുന്നില്ല. തനിക്ക് ശേഷിക്കുന്ന സമയം കൂടി തുടരാൻ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഷാജി വി തുരുത്തൻ ഉന്നയിക്കുന്ന കാര്യം. ഇപ്പോൾ ഇതിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര കൗൺസിലറായിട്ടുള്ള സ്വതന്ത്ര കൗൺസിലർ ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ അവിശ്വാസ പ്രമേയത്തെ ഭരണകക്ഷി അംഗങ്ങൾ കൂടി പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. നിലവിലിപ്പോൾ നഗരസഭയിൽ 26 അംഗ പാലാ നഗരസഭാ കൗൺസിലിൽ കേരള കോൺഗ്രസ് എമ്മിന് 10 അംഗങ്ങളും CPIക്ക് 6 അംഗങ്ങളും CPIക്ക് 1 അംഗവുമാണ് ഉള്ളത്. ആകെ 17 അംഗ ഭരണസമിതിയാണുള്ളത്. ഇതിൽ CPM അംഗം ബിനു പുളിക്കക്കണ്ടത്തെ പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ് നിലവിൽ. ബിനുവിനൊപ്പം തന്നെയാണ് മറ്റൊരു സ്വതന്ത്ര CPM കൗൺസിലായിട്ടുള്ള ഷീബ ജിയോയും നിൽക്കുന്നത്. എങ്കിൽ പോലും ഭരണപക്ഷത്തിന് ഈ കൗൺസിലർ ഇപ്പോൾ നിലവിൽ അധ്യക്ഷനായിട്ടുള്ള ഷാജി തുരുത്തിനെ കൂടാതെ 14 അംഗങ്ങളും ഭൂരിപക്ഷമുണ്ട്. പ്രതിപക്ഷത്ത് 9 അംഗങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ ഇത്തരത്തിൽ മുന്നണി തീരുമാനം അനുസരിക്കാതെ മാറി നിൽക്കുന്ന ചെയർമാനെതിരെ ഭരണകക്ഷി അംഗങ്ങൾ കൂടി ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് ഇന്ന് നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിന്റെ പ്രാധാന്യം. 10 മണി വരെ രാജിവെക്കാനുള്ള ഒരു സമയം മുന്നണി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിനുശേഷം ചെയർമാന്റെ തീരുമാനത്തിനനുസൃതമായി വലിയ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെ ഒരുപക്ഷെ പാലാ നഗരസഭയിൽ അരങ്ങേറാം. ഒരുപക്ഷെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ ഭരണകക്ഷിയിലെ ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഓക്കെ, ശരി. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.